അപ്പോൾ വെൽക്കം ടു യെല്ലോ കറക്കാരൻ വ്ളോഗ്സ്. നമ്മൾ അടുത്ത ലോഡ് നമുക്കായിട്ടുണ്ട്. അതും വീണ്ടും കൊയിലാണ്ടിക്ക് വേണ്ടി തന്നെ. അതായത് നമുക്ക് തൊടുപുഴയിൽ നിന്നാണ് എടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത ലോഡൊക്കെ ആയി നമ്മളിവിടെ നിറയാനാണ്. പിന്നെ കാരടി ഭാഗത്താണ് ഉള്ളത്. ഇവിടെ നേരെ തൊടുപുഴ പോവുക. വൈകിട്ട് 4 മണി കഴിയുമെന്ന് പറഞ്ഞ് ലോഡ് കയറ്റാൻ. അപ്പോൾ അതിനുശേഷം ലോഡും കയറ്റി നമ്മൾ വിടുന്നതായിരിക്കും. ഇന്ന് രാത്രിയാണ് ഡ്രൈവ്. രാത്രി നേരെ വിട്ട് രാവിലെ ആകുമ്പോൾ കൊടുകാവിലേക്ക് മുന്നേ കൊടുവള്ളി എത്തി ഒരു ഉറക്കവും കഴിഞ്ഞ് കിടക്കണം. അല്ല, കൊയിലാണ്ടി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം. നമ്മൾ വണ്ടിയായിട്ട് പെരുമ്പാവൂരായി നമ്മൾ ലീസ് അടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഓഫീസിൽ ഇഷ്ടംപോലെ വണ്ടികളാണ്. അണ്ണന്മാരെ വണ്ടികളൊക്കെ ചറവറ നിരന്ന് പോയ സ്ഥലമില്ലടാണ്. ഇത് ഒരിടത്ത് മാത്രമാണ്. അത് നമ്മൾ ട്രാൻസ്പോർട്ട് ഓഫീസുകളാണ്. നമ്മൾ ഓരോരോ ട്രാൻസ്പോർട്ട് ഓഫീസുകളാണ്. പിന്നെ ഇതാണ് മെയിനായിട്ട് എടുത്ത വെൽക്കം ട്രാൻസ്പോർട്ട്, SR ട്രാൻസ്പോർട്ട്, പിന്നെ കാസർഗോഡ് കാരക്കട ട്രാൻസ്പോർട്ട്, അങ്ങനെ കുറേ ട്രാൻസ്പോർട്ട് ഓഫീസുണ്ട്. അവരുടെ കെട്ടിയെടുത്തേക്കേണ്ട 16 വീല് വണ്ടിയാണ്. ഇതും തമിഴ്നാട് വണ്ടിയാണത്. ഒരു വണ്ടി ഗ്രീസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാക്കാൻ പറഞ്ഞാൽ ഗ്രീസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അമൗണ്ട് ഗ്രീസ് അടിക്കാനാണ്. നമ്മളെ വണ്ടിയിൽ ഗ്രീസ് അടിക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഡീസൽ സെറ്റായി മെഷീൻ ഇങ്ങനെ ബ്രേക്ക് കൂടി അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഞായറാഴ്ച കൊണ്ട് കടകൾ കൂടി ഇല്ലായിരുന്നു. മുത്തുമണികളെ നമ്മൾ അടുത്ത ലോഡ് കയറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട്. അടുത്ത ലോഡ് ഫെറോ സ്ലാബാണ്. അതായത് നമ്മളാ ഈ സിമെൻറ്റിൻ്റെ സ്ലാബുണ്ടല്ലോ, കബോർഡൊക്കെ പണിയാണെങ്കിൽ നമ്മൾ ഈ വഴിനീളൊക്കെ ഇപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ഇതൊക്കെ ബോർഡുണ്ടല്ലോ, ഇതാണ്. ഇതൊരു ചെറിയൊരു കോൺക്രീറ്റിൻ്റെ ഒരു സ്ലാബാണിത്. അതിൻ്റെ കമ്പനിയാണിത്. പണിക്കാരൊക്കെ ഉണ്ട്. അവർ വണ്ടിയിൽ നിന്നിട്ട് പറയുന്ന മണ്ണിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വ്ളോഗുണ്ട്, യൂട്യൂബ് ചാനൽ. വീഡിയോ എടുക്കുന്നതിന് ഒപ്പം ചോദിച്ചാണ് അത് മണ്ണ് വാരിയിട്ടിട്ട് അടുത്തിലൂടെ ഏറ്റവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെ കബോർഡൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സ്ലാബുകളാണ്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. കോൺക്രീറ്റ് ആണുള്ള സ്ലാബാണ് ഇട്ടാലും ചെയ്യുന്ന സംഭവം. വലിയ ബലം കൊടുക്കാൻ പറ്റില്ല, എന്നാലും നമുക്കൊരു ചെറിയൊരു സ്ലാബിൻ്റെ സെറ്റപ്പിലൊക്കെ ആക്കി ഇടാം. കുഴപ്പമില്ല, നല്ല സാധനമാണ്. അതാണ് മുതലാളി. ഇത് ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കുമെന്ന് തോന്നുന്നു. ആരും ഹിന്ദിക്കാരായിട്ട് പെട്ടെന്ന് കിടപെടാൻ കഴിയും. അതാ അടുത്ത ഇതിനു വേണ്ടി കൂട്ടിനുള്ള സെറ്റപ്പ്. അപ്പോൾ അവർ അത് കുഴക്കുന്ന ആവശ്യമില്ല. ഗാഡി വാല അവർ ചെയ്തിട്ടേക്കുന്നത്. ഇതിനനുസരിച്ച് സിമെൻറ്റും മണ്ണെല്ലാം മിക്സ് ചെയ്ത് കൂട്ടി ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ കട്ടയൊക്കെ എന്തോ ആക്കി വെച്ചിട്ടുണ്ട്. സിമെൻറ്റ് മിക്സ് ചെയ്യുന്ന കളർ ലോഡ് ചെയ്യാണ് ഇവർ. വെരി സ്പീഡ് കേട്ടോ. ചക്കന്മാരൊക്കെ പറന്നിരിക്കുന്നു. സൈഡ് ഫുള്ള് നേരത്തെ നിങ്ങൾ കണ്ടു പോയതാ. ഇവിടെ നിന്ന് അങ്ങറ്റം വരെ ഉണ്ടായിരുന്നു മൊത്തവന്മാർ. വണ്ടി അനക്കിയില്ല, ഒന്നും ചെയ്തില്ല. വണ്ടി വിളിച്ച് ശല്യം ചെയ്ത് ഒന്നും ചെയ്തില്ല. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവന്മാർ ഒന്നും ചെയ്തില്ല. വരിക ചടപട്ട വാരി പറക്കി കയറ്റിപ്പോൾ ഒരു ലെയർ പുറത്തത് ഇപ്പം കഴിയും. പിന്നെ അകത്തുള്ളൂ ചെക്കന്മാരൊക്കെ പറന്നിരിക്കും, പറന്നിരിക്കും. എന്താ അവന്മാരെടുത്ത് ചുമന്ന് കഷ്ടപ്പെടാൻ വേണ്ടിയിരിക്കണ്ട. ചിലയിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കാരാണല്ലോ പെരുമടിയന്മാരുണ്ടാവും. പക്ഷെ ഇവന്മാരൊക്കെ ചാടിയിരിക്കുക. ഇതാ വിഷയം. ഞാനാണെങ്കിൽ ഇവന്മാരിത് കയറ്റാൻ 1 മണിക്കൂറിനും തേച്ച് കൊണ്ടവന്മാർ ചടപടാൻ കഴിയും. ഇപ്പോൾ
പീസ് ഇടയ്ക്ക് കയറ്റാൻ വേണ്ടി ഫില്ല് ചെയ്യാൻ വേണ്ടി പീസ് സെറ്റാക്കി കൊണ്ട് ഇട്ട് വെച്ച് ആ ഷീറ്റ് വേറൊന്നുമല്ല, അത് ഇയാൾ കുറച്ച് ഇടുക്കിയിലേക്ക് ലോഡ് കയറ്റിയത്. അപ്പോൾ അത് ഷീറ്റായിരുന്നു ലോഡ്. അപ്പോൾ വണ്ടിയിൽ തട്ടി ഷീറ്റിന് ഡാമേജ് ആയിരിക്കാൻ എടുത്തിട്ട് ഷീറ്റാണ്. അത് വണ്ടിയിൽ കിടന്ന് അങ്ങനെ കിടന്നു. എന്തെങ്കിലും ആവശ്യം വരുമെന്ന് പറഞ്ഞ് ഞാനും വണ്ടിയിൽ അങ്ങനെ കിട്ടു. ഇനി ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആവശ്യം. മുത്തുമണി ഇതാണ് നമ്മൾ വന്ന കമ്പനി, മേരി മദ ഫെറോസ് ലാബ്. അവരുടെ കോണ്ടാക്ട് നമ്പറാണിത്. 9495602696. രണ്ടുപേരെ നമ്പറുണ്ട്. സംഭവം നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനമാണ്. ഇവിടെ നിന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കയറി, ബാംഗ്ലൂരിലേക്ക് അവിടെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഒരുപാട് കയറി പോകുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? സുബിന ബിനോയ്. ഈ ചേട്ടനാണ് ബിനോയ്, മുപ്പതിൻ്റെ ഓണറാണ്. അപ്പോൾ ആ ആദ്യത്തെ നമ്പറിലോ രണ്ടാമത്തെ നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ കാര്യങ്ങൾ. ഇതിപ്പോൾ ഒരുപാട് നമ്മൾ ഇതിനൊക്കെ ആയിട്ട് പോകുന്നത്, കബോർഡ്, ഫോക്കേഴ്സ്, അങ്ങനെ ഒരുപാട് ഇത് ഒരുപാട് പോകുന്നുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ ഈ സാധനം ഉപയോഗിച്ചിരിക്കുന്നതിന് ഒരുപാട് ആവശ്യമാക്കി ഇതൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം മുത്തുമണികൾ നമ്മളുടെ ലോഡ് കയറി കഴിയാനായി. എന്താ ഒരു 4 ലെയർ എല്ലാം കറക്റ്റ് പക്ക ഫിക്സ് ചെയ്ത് സെറ്റാക്കി. ഇത്രയേ ഉള്ളൂ സാധനം. ഈ ലൈനും കൂടെ ഉള്ളൂ, ബാക്കിലേക്ക് ലോഡില്ല. അപ്പോൾ ഇത് ഫ്രണ്ടിലേക്കാക്കിയിട്ട് ബാക്കിൽ നിന്ന് വെച്ച് വരാനും പറ്റില്ല. ടയറിൻ്റെ ഇപ്പുറത്ത് ആയതുകൊണ്ട് വലിയ പ്രശ്നവും വരില്ല. ഇവിടം വരെയുള്ളൂ, ഇത്രയും കാര്യമാണ്. ഒരു ലെയറും കൂടി വെക്കാനുള്ള സംഭവമുണ്ട്, സ്ഥലമുണ്ട്. പക്ഷേ നമുക്കത് തോന്നിയൊന്നുമില്ല, 10 ടണ്ണൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇനി അതും കൂടി കയറി കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മളിപ്പോൾ മണി 6:30 മണിയായി. ഒരു 7-8 മണിയാകുമ്പോൾ നമ്മൾ റോട്ടിലിറങ്ങി തൊടുപുഴയിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് വിട്ടു പോവുക. അപ്പം മുത്തുമണീസേ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് നേരെ. ഇനി ഇപ്പോൾ സമയം 7 മണിയായി. ബൈപ്പാസിൽ എവിടെയെങ്കിലും പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 8-8:30 മണിയാകുമ്പോൾ ഒറ്റ പോകും. നമ്മളെ പ്ലാന് നോക്കട്ടെ. നാളെ രാവിലെ ഒരു 5:30 മണിയൊക്കെ ആകുമ്പോൾ നാളവിടെ വരുമെന്ന് പറഞ്ഞു. 5-6 മണിക്ക്. അതിന് നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട്, ലോഡില്ല. 8 ടണ്ണാണ്ട് ലോഡുള്ളൂ, അതുകൊണ്ട് കൂളാണ്. നമ്മളിതാ പൊന്നാനിയൊക്കെ കഴിഞ്ഞു. നമ്മളിടയ്ക്ക് ചാവക്കാട് ചായ കുടിക്കാനൊക്കെ നിർത്തിയായിരുന്നു, കുടിക്കാൻ പറ്റില്ല. പൊന്നാനിയൊക്കെ കഴിഞ്ഞു, പൊന്നാനി ജംഗ്ഷൻ കഴിഞ്ഞു. ചമ്രവട്ടം റോഡോട് കയറി. ഓക്കെ, നമ്മൾ ഇന്നലെയൊക്കെ പോയാലൊക്കെ പകലുള്ള തിരക്കില്ല, മറ്റു ഇന്നലത്തെ ഈ സമയത്ത് എന്തോരം തിരക്കാരുന്ന റോഡിൽ. നമുക്ക് നമ്മൾ കൂളായിട്ട് വണ്ടികൾ വരുന്നു, പോകുന്നു, കൂളായിട്ട് നമ്മൾ കഴിച്ചു. ഇപ്പോൾ ഇങ്ങനെ കുറച്ച് വണ്ടികൾ ഓപ്പോസിറ്റ് വന്നാൽ എന്നാലും ഫ്രീ ആയിട്ട് ഓടി പോകാൻ പറ്റും. തിരക്കാരും ഇന്നലെയൊക്കെ ഈ റോഡിൽ വെട്ടം അടിച്ചിട്ട് ക്ലിയർ ആവുന്നില്ലെന്നറിയാം. ഫ്രീ ആയി. അപ്പോൾ നേരെ ഇനി ചമ്രാട്ടം പാലം, തിരൂര്, താനൂർ, പരപ്പനങ്ങാടി, പിന്നെ നേരെ നമ്മൾ ഫറോക്ക് വഴി ഇന്നലെ വന്ന അതേ വഴി ബീച്ച് റോഡ്. രാത്രി ബീച്ചിലെ കാഴ്ച ബീച്ച് റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. കട ഉണ്ട്, ഐശ്വര്യത്തിൽ കുടിച്ചിട്ടൊക്കെ. മുത്തുമണി നമ്മളിപ്പോൾ ചമ്രവട്ടം പാലം കഴിഞ്ഞു. നല്ല കട്ടാണ് റോട്ടിൽ. 1-2 വണ്ടി ഭയങ്കര ഫ്രണ്ടിലൊരു ട്രെയിലർ പോകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇന്നാളെ പറഞ്ഞ നൈറ്റ് കട ഇവിടെ ചമ്രവട്ടം തുടങ്ങി. ഇപ്പോൾ സമയം നാട്ടിൽ ഏകദേശം 1:30 മണി കഴിഞ്ഞു. നാട്ടിൽ 2 മണിയായി, 2 മണിയാവും. എന്നാലും ഇവിടെ കടകളൊക്കെ ക്ലോസ് ആയിട്ടില്ല, മക്കളാണ്.
ചില കടകൾ മാത്രമേ ക്ലോസ് ചെയ്തു. എന്താ കറക്റ്റ് ഇപ്പോഴും നിന്നാലും കാണില്ല റോഡിലൊക്കെ നമ്മൾ അടക്കാറുണ്ട്. ചായ കുടിക്കാൻ വേണ്ടി മാത്രമല്ല, ജസ്റ്റ് ഇങ്ങനെ വണ്ടിയിൽ വരുന്ന ആൾക്കാർ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ ഒരു ഫ്ലോട്ട് റൈറ്റ് സൈഡിലുണ്ട്, ഇട്ടേക്കാണ്. ഇവനെ എങ്ങനെയും ഇനി റോഡിലേക്ക് ചെയ്യാം. എന്നാലേ അവിടെ കിടക്കുന്ന കാണാം. 12, 14, 16, 18 ഇല്ല. നമ്മളിപ്പോൾ സമയം വെളുപ്പിന് ഒരു 4 മണിയായി. അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ചിലെത്തി. ബീച്ചിലുണ്ട്. ജസ്റ്റ് ഈ സമയത്ത് തന്നെ ഏകദേശം നല്ല ആളുകൾ ഇവിടുന്ന് വണ്ടികളുണ്ട്, പാർക്കിംഗ് ഉണ്ട്. ഇത്ര ആൾക്കാരുള്ളത് ബീച്ചിലാണ്. അറ്റം വരെ കിടപ്പുണ്ട്, വണ്ടികൾ കിടക്കുകയാണ്. അത്ര ആൾക്കാർ ഓൾറെഡി ഈ സമയത്ത് ബീച്ചിലുണ്ട്, കോഴിക്കോട് ബീച്ചിൽ. നിങ്ങൾ കോഴിക്കോട് ബീച്ചിനെ കുറിച്ച് ഉള്ളത് ആലോചിച്ച് പോകും. ഫാമിലി ആയിട്ടും ഒരുപാട് പേര് ഇവിടെ കിടന്ന് ഉറങ്ങുന്നവരുണ്ട്. ഇവിടെ കുറേ കച്ചവടം കാര്യങ്ങളൊക്കെ ഉള്ളവർ കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ സമയത്ത് കച്ചവടങ്ങളൊന്നുമില്ല ഇവിടെ. കോഴിക്കോട് ബീച്ചിൻ്റെ ആയിട്ട് നമ്മൾ ഇവിടെ ലുഡോ കളിക്കാൻ പറ്റുന്ന കുറേ ടീംസ് ഉണ്ട്. ഇവരൊക്കെ ലുഡോ കളിച്ചോണ്ടിരിക്കുക. കോഴിക്കോട് ബീച്ചിലുണ്ട്. ഇവിടെ ഫാമിലി ആയിട്ടും ഒക്കെ കുറേ പേര്. ഇരുട്ടാണ്, ക്ലിയർ ആവില്ല. പിന്നെ അവിടെ ഒരു വാക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ആ സ്റ്റാർബക്സിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഒരുപാട് പേര് കപ്പിൾസായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. ഇവിടെ ഒരു ഉമ്മ അങ്ങനെ കടലയെ കൊണ്ടുവന്ന് ഞങ്ങൾ കടലയും വാങ്ങിയതാണ്. കടലയും കുറിച്ച് കിടക്കുകയാണ്. കോഴിക്കോട് ബീച്ചിൽ കൂടി വെളുപ്പിന് 4 മണിക്ക് കടലയും കുറിച്ച് കിടക്കാം. ആഹാ, എന്താ അന്തസ്! നമ്മളെ വണ്ടി അവിടെ കിടക്കാം, അതൊന്നും അറിയില്ല. ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇതൊന്ന് സിമെൻറ്റോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഇതിന് ഇതുണ്ടോ, സിമെൻറ്റോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, അല്ലാതെ വെയിറ്റിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. ഫുള്ള് ബാലൻസ് ചെയ്ത് നിർത്തിയൊക്കെയാണ്, വെയിറ്റ് ബാലൻസിങ്ങിലാണ് ഇരിക്കുന്നത് തന്നെ. അഷ്റഫക്ക, നിങ്ങൾ ഈ സമയത്ത് കോഴിക്കോട് ബീച്ച് വന്നിട്ടുണ്ട്? ഈ സമയത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് അല്ലേ? അല്ല അഷ്റഫക്ക ഈ സമയത്ത് കോഴിക്കോട് ബീച്ചിൽ ഫസ്റ്റ് ടൈമാണ്. നിങ്ങൾ ഫാമിലി ആയിട്ട് വരുമോ? ഈ സമയത്ത് ഫാമിലി ആയിട്ട് ഈ സമയത്ത് കോഴിക്കോട് ബീച്ച് വരുമോ? കേൾക്കണ്ട, ഞാൻ പറഞ്ഞില്ല, ഒന്നും ജോയിൻ്റ് ഇല്ല, ഭക്ഷ്യമോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം വെയിറ്റിൽ ബാലൻസ് ചെയ്യണം. ആ ഒരു ഡിസൈൻ ഇതൊക്കെ വെച്ച ശരിക്കും എത്ര കഴിവുള്ളവനായിരുന്നു. കല്ല് വെച്ചാണ് വെയിറ്റ് ബാലൻസിൽ ഇരിക്കുകയാണ്. സിമെൻറ്റോ കാര്യങ്ങളൊന്നും ചാന്തൊന്നും ഇട്ടിട്ടില്ല. ഇത് ഒരാളുടെ താഴോട്ട് വീണ് കഴിഞ്ഞാൽ ഏകദേശം 4 തീരും. കോഴിക്കോട് ബീച്ചിൽ നിന്ന് വണ്ടി എടുക്കാൻ പോവാണ്. നമ്മൾ വണ്ടിയിൽ കയറി വണ്ടി നമ്മൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നേരെ എടുത്ത് ഇനിയിപ്പോൾ ഒരു ചായ കുടിക്കണം. ഇവിടെ വന്നപ്പോൾ ഒരു ചായ കുടിക്കാൻ പൂതിയായിട്ടുണ്ട്. ഒരു ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ കൊയിലാണ്ടി പിടിച്ചു നേരെ അരിക്കുളോ അങ്ങനത്തെ സ്ഥലമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് 6 മണി നമ്മൾ പറഞ്ഞത്, അതുകൊണ്ട് നമ്മൾ പയ്യെ പോകുന്നത്. 6 മണിക്കോടെ എത്താൻ 5-6 മണിക്ക് എത്താൻ നമ്മൾ പറഞ്ഞത്. അതനുസരിച്ച് രാവിലെ അല്ലേ ഒരാളെ വിളിച്ചിട്ട് ശരിയല്ലല്ലോ.
ആ മുത്തുമണീസ് നമ്മളിതാ ബീച്ച് റോഡ് കുറേ മുന്നോട്ടെത്തി നമ്മൾ വെങ്ങളം ഭാഗത്തേക്ക് പോകുമായിരുന്നു. അപ്പോൾ കുറച്ച് ഇങ്ങോട്ടെത്തിയപ്പോഴത്തേക്ക് ലൈറ്റുകൾ കൊണ്ടൊരു അമ്പലത്തിലെ അപ്പോൾ മണ്ഡലകാലത്തിൻ്റെ ശബരിമല സീസണിൻ്റെ ഒരു ഇത് സംബന്ധിച്ച ഒരു ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. സ്ക്രീനും കാര്യങ്ങളും. പക്ഷേ ഇതൊരു വെറൈറ്റി അതാ ചെണ്ട കൊട്ടുന്നതും കേരളമായിട്ട് ഫുള്ള്. അതായത് ഞാനിത് തെക്കോട്ടാണ് കൂടുതൽ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. വടക്കോട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഓരോരുത്തരം പരസ്യമൊക്കെ ആയിട്ട് LED വാൾ, ലൈറ്റ് വാൾ, ഇതിലുള്ള ലൈറ്റ് വാൾ, LED ലൈറ്റുകളുണ്ടല്ലോ സെറ്റാക്കി. ആ ആർച്ച് കഴിയുമ്പോഴാണ് ഇതാ വ്യൂ എന്നറിയാം. ഫുള്ള് വൈറ്റ് ലൈറ്റുകളുണ്ട്. വേറെ വേറെ ലെവലാണ്, വേറെ ലെവലാണ് കേട്ടോ. അകത്തോട്ട് കയറി കഴിയുമ്പോൾ എന്താ വ്യൂ നോക്കേ. ലുക്കാണ് ലുക്ക്. അങ്ങനെ ഇടയ്ക്ക് ഇവിടെ വന്നപ്പോൾ ലൈറ്റുകളില്ല, അവിടെ ലൈറ്റുണ്ട് പക്ഷെ കത്തിച്ചിട്ടില്ല. ഫുൾ ആർച്ച്, എന്തോ ഒരു ആർച്ച് വെച്ചേക്കാൻ നോക്കി. ഫുൾ ആർച്ചിൽ ഓരോ ഇതായിട്ട്. പിന്നെ LED വാളിൽ ബോട്ടുകളുടെയൊക്കെ, ഇത് കടപ്പുറ ഏരിയ ആണ്, അപ്പോൾ അതിൻ്റെ ബോട്ടുകളുടെയൊക്കെ ഓരോ ഇതായിട്ട് ഇവിടെ ഫുള്ള് നിയോൺ ലൈറ്റാണ്. LED അല്ല, ഇവിടെ ഫുള്ള് നിയോൺ ലൈറ്റുകൾ. അത് കർട്ടൻ അല്ല, LED തന്നെയാണ്. നിയോൺ ലൈറ്റ് കൊണ്ട് കർട്ടനിൽ സ്ട്രിപ്പ്, ലൈറ്റ് സ്ട്രിപ്പുകൾ ക്ലോത്തിൽ സെറ്റ് ചെയ്താണ് ചെയ്തേക്കുന്നത്. അത് ഇത് പുളി വേറെ ലുക്ക് തന്നെ, ലുക്ക് ഭയങ്കര തന്നെ കേട്ടോ. ഇവിടെ കുറേ ഒന്നും കത്തുന്നില്ല, പക്ഷെ അതൊക്കെ കത്തിയ പുള്ളി വ്യൂ ആണ്. വൺ സൈഡ് മാത്രമേ കത്തിച്ചുള്ളൂ, ഇപ്പുറ സൈഡിൽ ഒന്നറിയില്ല, കത്തിയിട്ടില്ല. അപ്പോൾ അടുത്ത അമ്പലമാണ്. അമ്പലത്തിലും ഒരു മുള കൊണ്ടുള്ള ഒരു ഗോപുരമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഇട്ടാൽ ലുക്കായിരിക്കും. പക്ഷെ അതിന് അങ്ങോട്ടും ആർച്ചുകളുണ്ട്, പക്ഷെ അതിൽ ലൈറ്റ് ഇട്ടിട്ടില്ല. അതാണ് അമ്പലം. ഉത്സവമാണ്, ഉത്സവം, മണ്ഡല മഹോത്സവം. പുതിയാപ്പ ശ്രീ ഭഗവതി ക്ഷേത്ര മണ്ഡല മഹോത്സവം 18-ാം തീയതി മുതൽ 26-ാം തീയതി വരെയാണ് ഉത്സവം. 18-ാം തീയതി മുതൽ ഡിസംബർ 18 മുതൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദേശം വ്യാഴാഴ്ചയാണ് ഇത് തീരുക. വ്യാഴാഴ്ച വരുന്നുണ്ട്. ഇവിടെ എല്ലാം ആർച്ചിൽ ഫുള്ള് ലൈറ്റുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊന്നും കത്തിച്ചിട്ടില്ല. എന്താ കാര്യം എന്നറിയില്ല. ഇവിടെ വീടുകളിലൊക്കെ അവർ ക്രിസ്മസൊക്കെ അല്ലേ, ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് തീരുന്നില്ല, ഇങ്ങനെ നീണ്ടു നിവർത്തി കിടക്കുകയാണ്. നല്ല ദൂരത്തോളം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടേക്കാണ്. ഫുള്ള് ആർച്ച്, എല്ലാ ലൈറ്റ് ഇതൊക്കെ കത്തിച്ചിരുന്നെങ്കിൽ, അതായത് ഒരു തുരങ്കത്തിൽ കൂടി പോകുന്നൊരു ഫീലാണ്. ഇത് അങ്ങ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇതോ അങ്ങോട്ട് ഒരുപാട് കിടക്കുന്നു. എന്താ പക്ഷേ കത്തുന്നില്ല. കത്തിച്ചിരുന്നെങ്കിൽ വേറെ ലൊക്കെ എത്ര ദൂരമായി. എന്തോ ഒരു ആർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്ര ആർച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ എൻ്റെ ആയോ ആയില്ല, എൻ്റെ ആയിട്ടില്ല, എൻ്റെ ആവുന്നുണ്ട്, എൻ്റെ ആവുന്നു. ആർച്ചും കൂടി രണ്ട് ചാടി 3 ആർച്ചും കൂടെ ഉണ്ട്. അപ്പം അവിടെ കൊണ്ട് തീരെയാണത്. പക്ഷെ ആദ്യത്തെ ഒരു കത്തിച്ചിരുന്നെങ്കിൽ അത്രയും ദൂരം അന്യടുക്കായിരുന്നു. ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും ലൈറ്റ് കത്തിച്ചിട്ടില്ല. ഇവിടെ വാളിലും കുറേ സൈഡ് ലൈറ്റുകൾ ഇങ്ങനെ ആദ്യം നമ്മൾ കണ്ടണകൾ തൂക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ലൈറ്റുകൾ തൂക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാ ലൈറ്റുകളും, പക്ഷെ ഒന്നും കത്തിച്ചിട്ടില്ല. ഇനി ഇഷ്ടംപോലെ ഇവരിങ്ങനെ ലൈറ്റുകൾ തൂക്കിയിട്ടേക്കാണ്, കത്തിക്കാത്തതുകൊണ്ട്. നമ്മളതാ മുത്തുമണീസ് നമ്മളിവിടെ രാവിലെ എത്തിയതാണ്, 6 മണിക്ക് തന്നെ എത്തിയാണ്. കിടന്ന് ഉറക്ക് മുപ്പത് വിളിച്ച് എടുത്തില്ല. ഞാൻ ഇപ്പോൾ വന്നു, ആൾ വന്നു, ആൾ വിളിച്ചിട്ട് വന്നു. പിന്നെ നമുക്ക് അവിടെ ലോഡ് പിടിക്കാൻ വേണ്ടി വണ്ടി അവിടെ വണ്ടി ഇവിടെ കയറ്റിയിട്ടുണ്ട്. കമ്പനി നമ്മൾ വണ്ടി കയറ്റി. ഇവർ ഹിന്ദിക്കാരെക്കാട്ടി സ്പീഡ് കേട്ടോ. ഞാനത് ഫുഡ് കഴിക്കാൻ പോയതുള്ളൂ, അപ്പോഴത്തേക്കും ഇവിടെ വന്ന് തകർത്ത്. അത് മലയാളികളാണ്. ഒരു വരി തീർത്ത് കഴിഞ്ഞ് നമ്മൾ വന്ന് ഫ്രഷായി. എടുക്കാനൊന്നും പറ്റിയില്ല ആദ്യം. ഇവിടെ മൊത്തം ഇത് തന്നെ പരിപാടി. മുതലാളി അവിടെ ഉണ്ട്. എക്സസൈസ് പിന്നെ എക്സസൈസ്. അപ്പോൾ നമ്മൾ ഈ ലോഡറൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുത്ത ലോഡ് എങ്ങോട്ടാണോ അങ്ങോട്ട് പോവാം.
അപ്പം മുത്തുമണീസ് നമ്മളെ ഇപ്പോൾ ഒരു ഓർഡർ ആയിക്കൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി സംഭവം കിട്ടിയത്, നമുക്ക് ഇച്ചിരി വെള്ളവും കാര്യങ്ങളൊക്കെ ഇച്ചിരി കുഴപ്പമുള്ള സ്ഥലം നോക്കിയാൽ കിട്ടിയത്. അപ്പോൾ നമ്മൾ ആ മാന്ത്രികനെ ഒന്ന് ഫ്രണ്ട് ക്യാബിനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അകമൊക്കെ വൃത്തിയാക്കി. ഇതിൻ്റെ അകവശം ആരും കണ്ടിട്ടില്ലല്ലോ, അകംവശം കാണിച്ചു തരാം. ഞങ്ങൾ ക്ലീനിങ്ങിലായിരുന്നു. ഇതാണ് കേട്ടോ, ബെഡാണ്, സീറ്റില്ല, സൈഡിൽ സീറ്റില്ല, പകരം ബെഡാണ്. ബാക്കിലേക്ക് ചാരിയിരിക്കണം. ഫ്രണ്ടിൽ ഡാഷ്ബോർഡ്, ഹാൻഡ് ബ്രേക്ക് വരുന്നതാണ്. പിന്നെ സെറ്റുണ്ട്, ഡോർ സ്പീക്കറാണ്. പിന്നെ അത് കൂടാണ്ട് ചെറിയൊരു സ്പീക്കർ താഴെയുണ്ട്. പിന്നെ ചാർജർ സ്പോട്ട്, നെക്ക് ബാൻഡ്, പിന്നെ അല്ലാണ്ട് നെക്ക് ബാൻഡ് എക്സ്പ്രസ് സ്റ്റാൻഡ്, മൊബൈൽ സ്റ്റാൻഡ്, GPS. ഇവിടെ മുകളിൽ ഒരു പോക്കറ്റുണ്ട്, ഇവിടെ ഒരു പോക്കറ്റുണ്ട്, അവിടെ പോക്കറ്റുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡാഷ്ബോർഡ് ഉണ്ട്, ഇവിടെ ഒരു ഡാഷ്ബോർഡ് ഉണ്ട്, അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഇതാണ് നമ്മൾ പ്ലൈവുഡാണ്, അത് പൊക്കിയിട്ട് അതിനകത്ത് അതിനകത്ത് നമ്മൾ ജാക്കിയും വീൽ സ്പാൻഡറൊക്കെ ഇങ്ങനെ ഒരാവശ്യത്തിന് വേണ്ടി എടുത്തതാണ്, അതുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുകളിൽ ഫാന്. അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ടുപേർക്ക് സുഖമായിട്ട് രണ്ടുപേരുടെ ഇതിനെ കിടക്കാൻ പറ്റില്ല. അതിൻ്റെ ബാക്കിലേക്ക് ആരംഭിച്ച് കിടക്കാം, അതിൻ്റെ ബാക്കിലേക്ക് ആരംഭിച്ച് കിടക്കാം, ഒരാൾക്ക് ഇവിടെ അല്ലാതെ നോക്കി ആരംഭിച്ച് കിടക്കാം. പക്ഷേ നല്ല രീതിയിലാണ്. സ്റ്റോറേജ് ഉണ്ട്, ഒരുപാട് സ്റ്റോറേജ് ഉണ്ട് വണ്ടിയിൽ. നമ്മളെ ലോഡ് ഇറങ്ങി തീരാനായി വരുന്നു ഏകദേശം. ഞാൻ പറയില്ലേ, പെട്ടാന്ന് ചാടിച്ചടിക്കാം ചേട്ടന്മാർ. പാട്ടൊക്കെ പാട്ടിട്ട് വരില്ല. 10 വയസ്സ് ഞാൻ സ്വിച്ച് ആയാലും കഴിയില്ലെന്ന് വിചാരിച്ചു. 10 മണിയായ നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. ചേട്ടന്മാരൊക്കെ ഭയങ്കര കമ്പനിയാണ്. കാരണം വണ്ടി കഴുകാനും എല്ലാത്തിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തത്. അതുപോലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ അടുത്ത് കടയില്ല. ഒരു വണ്ടിയൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് കഴിച്ചിട്ട് വരണമെങ്കിൽ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിപ്പിക്കാതെ വിടൂല. ഒരു വാങ്ങിത്തരുമെന്നും പറയും. എന്താ സ്നേഹവും. പെട്ടെന്ന് ലോഡറാക്കി കഴിച്ചു തന്നു, പെട്ടെന്ന് കഴിച്ചിലാക്കി തന്നു. എന്നിട്ട് ഉറങ്ങാൻ റൂമോളം എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ റെസ്റ്റ് എടുക്കാൻ സൗകര്യം എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അടിപൊളി റിപ്പോർട്ടുള്ള അങ്ങനെ. അപ്പോൾ പോട്ടെ, പറയടാ. എല്ലാവരും നല്ല ഇതാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത ലോഡായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ പൊട്ടിമുളച്ച് വെറും ഒരു വിത്താണ്. നിങ്ങൾ വേറെ ആൾ വളർത്തി വൻമരമാക്കി കൊണ്ടുവരാം.